ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് എൻ്റെ ആങ്ങള ബഹ്റിനിൽ നിന്നും 1 ഇയർ ഗ്യാപ്പിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഞാനും ചേട്ടനും മക്കളും കൂടെ ആങ്ങളുടെ വൈഫും കുഞ്ഞും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അണ്ണനെ കൂട്ടാനായിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3:15 ഇറങ്ങി. ഇപ്പോൾ സമയം 6:15 അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളെ വെയിറ്റ് ചെയ്ത് അണ്ണൻ അവിടെ നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെ നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു കോഫി കുടിച്ചേക്കാം എന്ന് വിചാരിച്ചൊരു കോഫി ഓർഡർ ചെയ്തു. അങ്ങനെ കോഫി കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾക്ക് എസ്കലേറ്ററിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ അവരുമൊക്കെ ആയിട്ട് എസ്കലേറ്ററിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നോക്കിയിരുന്നു. 7 മണിക്കാണ് അണ്ണൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. ഏകദേശം 7:15 7:15 അണ്ണൻ വെളിയിലിറങ്ങി. നമ്മളിങ്ങനെ ഗ്ലാസ്സിനകത്തോടെ ഇങ്ങനെ വരുന്നത് നോക്കി നിൽക്കുവാണ്. ഞങ്ങൾക്കൊരു ടാറ്റയൊക്കെ തന്ന് അണ്ണൻ്റെ മോനിങ്ങനെ നോക്കി നിൽക്കുവാണ്. അവൻ ഓടിച്ചെന്ന് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ കയറി. ആ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഒത്തിരി ദൂരം ഓടിയിട്ടാണ് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ ചെന്ന് ചേർന്നത്. അങ്ങനെ അച്ഛൻ്റെ കയ്യിലെല്ലാം കയറി അവൻ സെറ്റായി. കഴിഞ്ഞ പ്രാവശ്യം അവൻ വന്ന് ഇപ്പം 4 വയസ്സേ ആയുള്ളൂ മോന്. കഴിഞ്ഞ പ്രാവശ്യം അവൻ ചെന്നപ്പം അച്ഛൻ്റെ അടുത്ത് ചെന്നില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അവൻ ഓടിച്ചെന്ന്. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കയറി നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കുക. അങ്ങനെ നമ്മൾ ലഗേജെല്ലാം കാറിൽ കയറ്റി ഇറങ്ങി. അപ്പോൾ തന്നെ അണ്ണൻ വീഡിയോ കോൾ ചെയ്യുവാണ്. അച്ഛനെയും അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചു, നാട്ടിലെത്തി എന്നൊക്കെയുള്ള വിവരം പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ അങ്ങ് കയറി. പൊറോട്ടയും ബീഫും ചിക്കനും ഒക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഒരു പുതിയ മാൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഫോറം എന്നാണ് മാളിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഫോറം മാളിൽ കയറുവാണ്. നമ്മൾ കയറണമെന്നുള്ള പ്രതീക്ഷയിലൊന്നും പോയല്ല. നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു മാൾ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നേലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ മാളിൽ കയറി. മാളിൽ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അത്യാവശ്യം നല്ലൊരു കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. നല്ല ഒരു ഭയങ്കര ഒരു വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ മാളിൽ വന്നത്. അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ അവിടെയെല്ലാം ഓടി നടക്കുവാണ്. അപ്പോൾ ഏകദേശം സമയം 9:30 ആയിട്ടേ ഉള്ളായിരുന്നു. എല്ലാ ഷോപ്പും ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അവിടെ ക്ലീനിങ് സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെയും എസ്കലേറ്റർ ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ പ്രശ്നം. എവിടെ ചെന്നാലും ഉമാർക്ക് ഇതിൽ കയറിയാൽ മതി. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ മോൻ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുത്ത് അമ്മയെന്നൊക്കെ വിളിച്ച് അവനൊരു പോസും ഒക്കെ ഇട്ട് നമ്മൾ വീണ്ടും നടന്നു. പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. ഒരുപാട് ചെയർസ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുവാണ്, ഓപ്പണിങ് ആവാഞ്ഞത് കൊണ്ട് തന്നെ. അപ്പോൾ അവിടേക്ക് വർത്താനം പറഞ്ഞിരുന്നു, കുറേ നേരം കളിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു, സെൽഫിയൊക്കെ എടുത്തു, വീഡിയോ എടുത്തു. അങ്ങനെ കുറേ നേരം നമ്മളങ്ങനെ അവിടെ ഒരു 1.5 മണിക്കൂറോളം നമ്മളവിടെ സമയം സ്പെൻഡ് ചെയ്തു. കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അമ്മ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്ന തിരക്കുകൊണ്ട് നമുക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അമ്മ അവിടെ ചിക്കൻ കറി, വരാലി കറിയൊക്കെ അമ്മയുടെ മോന് സ്പെഷ്യലാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത കർമ്മം എന്ന് പറഞ്ഞാൽ പെട്ടി പൊട്ടിക്കലാണ്. ഗൾഫുകാരൻ വന്നാൽ പിന്നെ നമുക്ക് അതാണല്ലോ വേണ്ടത്. അങ്ങനെ പെട്ടി പൊട്ടിച്ചു. നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് എല്ലാം ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് സന്ധ്യയായപ്പോൾ പിരിഞ്ഞ് ഞാൻ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരുന്നു. അപ്പം ആ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. നമ്മൾ ഇത്രയാണ്. നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.